ഹലോ ഓൾ, വെൽക്കം ടു ബിടെക്കിഫൈ. സോ നമ്മൾ ഇന്ന് പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആക്ച്വലി ഫോർ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ്. സോ S2 എല്ലാവരും എന്താ പറയുക, ഓൾമോസ്റ്റ് പേടിയാണ്. എങ്ങനെ ജയിക്കും, എനിക്ക് കോഡിംഗ് ഒന്നും അറിയില്ല എന്നൊക്കെ പറയുന്നവർ ആക്ച്വലി പേടിക്കുന്ന ഒരു ഹീറോയിക് സബ്ജക്റ്റ് ആണ്. നൺ അതർ ദാൻ പ്രോഗ്രാമിംഗ് ഇൻ സി. സോ അതിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, എങ്ങനെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം, എങ്ങനെ നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല രീതിയിൽ ആൻസർ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ബിഫോർ ഗോയിങ്, നമ്മൾ ബിടെക്കിഫൈഡ് ആപ്പ് വഴി ലൈവ് ആയിട്ടുള്ള സെഷൻസ് ആക്ച്വലി സ്പെഷ്യൽ എക്സാമിന് വേണ്ടിയുള്ള സ്പെഷ്യൽ സെഷൻസ് ആക്ച്വലി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലൊക്കെ ആയിട്ടാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുക. അതിന്റെ എല്ലാ റെക്കോർഡിങ്സും അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ഒരിക്കലും സെഷൻസ് മിസ് ആവില്ല. ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓക്കെ. സോ ആദ്യമേ സി പ്രോഗ്രാമിന്റെ മൊഡ്യൂൾസ് നോക്കുന്നതിന് മുമ്പേ നമുക്കിതിൽ രണ്ട് സെക്ഷൻ ഉള്ളത്. ആക്ച്വലി തിയറി സെക്ഷനും അതുപോലെ പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ കോഡിംഗ് സെക്ഷനുമാണ് നമുക്ക് വരുന്നത്. ഇതിൽ പ്രോഗ്രാമിംഗ് സെക്ഷൻ ആയിരിക്കും മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസിന് ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. ബട്ട് ഇത് രണ്ടും നമുക്ക് എങ്ങനെ ഒരേപോലെ അല്ലെങ്കിൽ നമ്മൾക്ക് കംഫർട്ട് ആയ രീതിയിൽ എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളത് ആക്ച്വലി ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. സോ നമുക്ക് ടോപ്പിക്സിലേക്ക് നോക്കാം. ആദ്യം സി ഫണ്ടമെന്റൽസ് ആണ്. ഞാൻ റെക്കമെൻഡ് ചെയ്യുക ഗോ ത്രൂ എവറി ടോപ്പിക്. ഇല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക, ആസ് എ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡന്റ് ആയിക്കോട്ടെ, മറ്റേതെങ്കിലും വിഷയത്തിലൊക്കെ ലൈക്ക് ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരു സ്റ്റുഡന്റ് ആയിക്കോട്ടെ, ഈസി ഒക്കെ ആണെങ്കിലും സിയുടെ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു നോ ദ വെരി ബേസിക് ഫണ്ടമെന്റൽസ് ഓഫ് സി എന്ന് പറയുന്നത്. സോ ഞാൻ റെക്കമെൻഡ് ചെയ്യാം എല്ലാ ടോപ്പിക്കിലൂടെയും പോവാം. അത് ഓൾമോസ്റ്റ് എല്ലാം കുഞ്ഞു കുഞ്ഞു ടോപ്പിക്കാണ്. എങ്ങനെയാണ് നമ്മൾ സിയിലേക്ക് കയറേണ്ടത്, അല്ലെങ്കിൽ സി പ്രോഗ്രാം എങ്ങനെ നമുക്ക് ചെയ്യാം, അതിന്റെ ഏറ്റവും എന്താ പറയുക, ഭയങ്കര ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആയിക്കോട്ടെ, ക്യാരക്ടർ സെറ്റ്, അതുപോലെ കോൺസ്റ്റൻസ്, ഐഡന്റിഫയേഴ്സ്, കീവേഡ്സ്, വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ആക്ച്വലി ബേസിക് ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. അതറിയാണ്ട് പോയാൽ ടു ഡിഫിക്കൾട്ട്. അതുപോലെ തന്നെ വേരിയബിൾസ് ചെയ്യുന്നത്, ഓപ്പറേറ്റേഴ്സ്, പ്രിസിഡൻസ് ആക്ച്വലി നമുക്ക് അങ്ങനെ ആപ്ലിക്കേഷൻ ലെവലിൽ വരുന്നില്ല, ബട്ട് എക്സാമിന് ചോദിച്ചേക്കാം. വിറ്റ് വൈസ് ഓപ്പറേറ്റർ ആക്ച്വലി ഓപ്പറേറ്റേഴ്സിന്റെ പാർട്ടിലുള്ളതാണ്. സോ ഓപ്പറേറ്റേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ വിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്പ്രഷൻസ്, സ്റ്റേറ്റ്മെന്റ്സ്, അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ്സ്, പ്രിന്റ് എഫ്, സ്കാൻ എഫ് തുടങ്ങിയ സാധനങ്ങൾ. സോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ അതിന്റെ സിൻടാക്സ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ആക്ച്വലി അതിന്റെ സിൻടാക്സ് ആണ്. നമ്മൾ ആക്ച്വലി ആദ്യമേ പഠിക്കണം. ഇതൊക്കെ പഠിക്കുന്നതിന് മുന്നേ ആക്ച്വലി അതിന്റെ സിൻടാക്സ് പഠിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ. സിമ്പിൾ പ്രോഗ്രാംസ് എന്ന് പറയുന്നുണ്ട്. ആക്ച്വലി ജസ്റ്റ് ഇൻപുട്ട് ചെയ്യുക, ഔട്ട്പുട്ട് ചെയ്യുക, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പ്രോഗ്രാംസ് ആണ്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കുകയും ചെയ്യാം. സോ പിന്നെ വരുന്നതാണ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ്. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു പ്രോഗ്രാമിൽ നമ്മളൊരു കോഡ് എഴുതുമ്പോൾ ചില കോഡ് ഭാഗങ്ങൾ മാത്രം മതി, ചിലത് നമ്മൾക്ക് വേറെ ചില കണ്ടീഷൻ ആണെങ്കിൽ മാത്രം മതി. അല്ലെങ്കിൽ എന്താ പറയുക, ഫോർ എക്സാമ്പിൾ ഒരു കോഡ് സെക്ഷൻ ഉണ്ടെന്ന് വെക്കുക. ഒരു ചെറിയ കോഡ് സെക്ഷൻ ഉണ്ട്. എനിക്ക് എന്തോ ഒരു സംഭവം ഇവിടെ ഉണ്ടെങ്കിൽ മാത്രം ഇത് എക്സിക്യൂട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇത് വേണ്ട. അല്ലെങ്കിൽ ഈ പാർട്ട് അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് വേറൊരു കോഡ് സെക്ഷൻ ആണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അങ്ങനത്തെ നമുക്ക് കൺട്രോൾ ചെയ്ത് പോകേണ്ട ആവശ്യം വരുമ്പോഴാണ് ആക്ച്വലി കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിക്കുക, അല്ലെ? അതിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇഫ് എൽസ് എന്ന് പറയുന്നത്. ഇഫ് ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ ആ കോഡ്, എൽസ് അല്ലെങ്കിൽ വേറൊരു കോഡ് എന്ന് പറയുന്നത്. നെസ്റ്റഡ് അതിന്റെ ഒരു പാർട്ട് മാത്രമാണ്. സ്വിച്ച് ആക്ച്വലി ഇവിടെ മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. കാൽക്കുലേറ്ററിന്റെ പ്രോഗ്രാം ഒക്കെ ചിലപ്പോൾ ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്വിച്ചിന്റെ ആപ്ലിക്കേഷൻ വരുന്നുണ്ടാവും. വൈൽ, ഡു വൈൽ ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചാൽ ആക്ച്വലി ഇവിടെ പഠിക്കാൻ ഉണ്ട്. നമ്മൾ കൂടുതലും വൈലും ഫോറും ആണ് ആക്ച്വലി ഡീലിംഗ്. ഇത് രണ്ടിലും കൂടുതൽ ഫോക്കസ് ചെയ്യുക. ബ്രേക്ക് കണ്ടിന്യൂ ആക്ച്വലി അതിന്റെ ഒരു പാർട്ടാണ്. വൈല് ഫോറിലൊക്കെ വരുന്ന ഒരു പാർട്ടാണ്. അതെന്തായാലും നമുക്ക് നോക്കാണ്ട് പോകാൻ പറ്റില്ല. ദെൻ കംസ് നെസ്റ്റഡ് ലൂപ്പ്. ഫോർ ലൂപ്പിന്റെ ഉള്ളിൽ വേറൊരു ഫോർ ലൂപ്പ് എഴുതുക, അല്ലെങ്കിൽ വൈൽ ലൂപ്പിനുള്ളിൽ വേറൊരു വൈൽ ലൂപ്പ് എഴുതുക. അങ്ങനെ ഉള്ളിലേക്ക് എഴുതുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് ഒന്ന് രണ്ട് ആപ്ലിക്കേഷൻസ് വരുന്നുള്ളൂ. അത് നമുക്ക് ആ ഒരു ടൈമിലേക്ക് നോക്കാം. ഇവിടുത്തെ തിയറിയും പ്രോഗ്രാമും എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ആക്ച്വലി ഇത് ഓൾമോസ്റ്റ് തിയറിയാണ് നമ്മളിവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം. പ്രോഗ്രാംസിൽ ഫോർ എക്സാമ്പിൾ ഓഡ് ആണോ അല്ലെങ്കിൽ ഈവൻ ആണോ അങ്ങനത്തെ പ്രോഗ്രാംസ് ഒക്കെ ചോദിക്കാം. കാരണം ഇഫ് എൽസ് ഒക്കെ വെച്ചിട്ടുള്ള ക്വസ്റ്റൻ ആയതുകൊണ്ട്. പിന്നെ വൈല് ഫോർ ഒക്കെ വെച്ചിട്ടാണെങ്കിൽ ലൈക്ക് നമുക്ക് അടുത്ത മൊഡ്യൂളിലാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് കൂടുതൽ. ഓക്കെ. ഇതാണ് ഫസ്റ്റ് മൊഡ്യൂളിനെ കുറിച്ചുള്ള ഒരു ഓവർവ്യൂ. ദെൻ കംസ് ദ സെക്കൻഡ് മൊഡ്യൂൾ, അറേസ്, സ്ട്രിങ്സ്. രണ്ട് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് തന്നെയാണ്. അതിൽ അറേസ് കുറച്ചുകൂടെ ഇമ്പോർട്ടന്റ് ആണ് ആക്ച്വലി. കാരണം നമുക്ക് എന്താ പറയാ, ഒരു സിംഗിൾ
ആയിട്ടൊരു വേരിയബിൾ ഒരു സിംഗിൾ വാല്യൂ കാണിക്കുന്നതിന് പകരം ഗ്രൂപ്പ് ഓഫ് വാല്യൂസിന്റെ ഒരു സിംഗിൾ വേരിയബിൾ കാണിക്കുന്നതാണല്ലോ ആക്ച്വലി അറേ എന്ന് പറയുന്നത്. സോ അത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. അതിൽ തന്നെ സിംഗിൾ ഡയമെൻഷണൽ അറേ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെ ഒരു അറേനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു, എങ്ങനെ അതിൽ വാല്യൂ ഇനീഷ്യലൈസ് ചെയ്യുന്നു, എങ്ങനെ നമ്മൾ അതിൽ എലമെന്റ്സിനെയൊക്കെ ആക്സസ് ചെയ്യുന്നു, അത് ബ്രാക്കറ്റിൽ ഒരു ഐ എന്നൊക്കെ ഇട്ട് നമ്മൾ ആക്സസ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ ടു ഡയമെൻഷണൽ അറേ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, മെട്രിക്സിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് അതിന്റെ ഒരു ആവശ്യം വരും. പ്രോഗ്രാംസ് ഫോർ മെട്രിക്സ് പ്രോസസ്സിംഗ് ചോദിച്ചേക്കാം. ബബിൾ സോർട്ട് ഇമ്പോർട്ടന്റ് ആണ്, ചോദ്യങ്ങൾ വരാറുണ്ട്. പ്രോഗ്രാംസ് ഫോർ സീക്വൻഷ്യൽ സെർച്ചും വരാവുന്നതാണ്. ഓക്കെ, ഇത് എന്തായാലും പഠിക്കുക. ഇതാണ് അറേസിന്റെ കേസിൽ വരുന്നത്. ദെൻ കംസ് സ്ട്രിംഗ്. സ്ട്രിങ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ ഡബിൾ കോട്ട്സിൽ ഹലോ വേൾഡ് എന്നൊക്കെ എഴുതി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതാണ് ആക്ച്വലി സ്ട്രിങ്സ് എന്നുള്ളത് നമുക്കറിയാം. സോ എങ്ങനെയാണ് ഒരു സ്ട്രിംഗ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത്? ക്യാരക്ടർ അറേ വെച്ചിട്ടാണ് ചെയ്യുന്നതൊക്കെ നമുക്കറിയാം. റീഡ് ചെയ്യുന്നതും ഡിസ്പ്ലേ ചെയ്യുന്നതും. അതുപോലെ തന്നെ ലൈബ്രറി ഫങ്ഷൻസ് കുറെ ഉണ്ട്. STR, CPY, കോപ്പി, അതുപോലെ തന്നെ റിവേഴ്സ്, അങ്ങനെ സോറി റിവേഴ്സ് ഇതിലില്ല, സോറി STR, CPY, അങ്ങനെ കുറച്ച് കുറച്ച് ഫങ്ഷൻസ് ഇതിൽ ആക്ച്വലി ഉണ്ട്. അതിനെപ്പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം ആ ഫങ്ഷൻസ് തന്നെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, വലിയൊരു മാർക്കിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. സ്ട്രിംഗ് മാച്ചിങ്ങിന്റെ പ്രോഗ്രാംസ് ചോദിക്കാം, അതും ഒന്ന് പഠിച്ചു വെക്കുക. ഇവിടെ നമുക്ക് തിയറി പ്രോഗ്രാം എന്നുള്ള രീതിയിൽ സ്പ്ലിറ്റ് വരികയാണെങ്കിൽ കൂടുതൽ പ്രോഗ്രാംസിനാണ് വെയിറ്റേജ് കാണുന്നത്. തിയറി ആക്ച്വലി നമ്മൾ പഠിക്കാൻ വേണ്ടി പഠിക്കുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇതിലെല്ലാം ആപ്ലിക്കേഷൻ ആണ് കൂടുതൽ. അറേയുടെ പ്രോബ്ലംസ് ആയിക്കോട്ടെ, സ്ട്രിംഗ് ഫങ്ഷൻസ് ആയിക്കോട്ടെ, ഇത് രണ്ടാണ് അതിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഇതിൽ രണ്ടിലും കൂടുതൽ ഫോക്കസ് കൊടുക്കുക. തിയറി അത് എന്താണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തിയറി പഠിക്കുക. 3 മാർക്കിനൊക്കെ മേ ബി ചോദ്യങ്ങൾ വന്നേക്കാം. ഈ ഒരു രീതിയിൽ ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് ഓവർവ്യൂ ചെയ്യാം. ഓക്കെ, കംസ് ടു ദ തേർഡ് മൊഡ്യൂൾ. 3 ടോപ്പിക് ഉണ്ട് ആക്ച്വലി ഇവിടെ: ഫങ്ഷൻസ്, സ്ട്രക്ചേഴ്സ്, സ്റ്റോറേജ് ക്ലാസ്. അതിൽ സ്റ്റോറേജ് ക്ലാസ്സിനെ പറ്റി ഞാൻ ആദ്യം പറയാം. ആകെ 4 ടോപ്പിക്കേ ഉള്ളൂ. ദിസ് ഇസ് പ്യുവർ തിയറി ടോപ്പിക്. അതങ്ങനെയാണ് പഠിച്ചു വെക്കുക. ഓക്കെ, ജസ്റ്റ് ഈ 4 ഹെഡിങ്ങുകൾ പഠിക്കുക തന്നെയാണ് അവിടെ ഉള്ളത്. നമുക്കിനി ഫങ്ഷൻസ് നോക്കാം. ഫങ്ഷൻ ഡെഫിനിഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഫങ്ഷനെ കോൾ ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് ആണ്. പാരാമീറ്റർ പാസിംഗ് ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെയാണ് വാല്യൂ ഒരു ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. റിക്കേർഷൻ, മോസ്റ്റ്ലി റിക്കേർഷനിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഫാക്ടോറിയലിന്റെ പ്രോബ്ലം ആയിരിക്കും. അതും ഒന്ന് നോട്ട് ചെയ്തോളുക. അതുപോലെ തന്നെ മാക്രോസ്, കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ്സ് ഒക്കെ നമുക്ക് ഈ ഒരു 2024 സ്കീമിൽ ഒന്നുകൂടെ എടുത്തു കാണിക്കുന്നതാണ്. ആക്ച്വലി നമ്മുടെ സിലബസിലായിട്ട് 2019 സ്കീമിൽ അത് പറയുന്നുണ്ടായിരുന്നില്ല, പഠിക്കാനുണ്ടായിരുന്നു, പക്ഷെ ഇതുപോലെ എടുത്ത് പറയുന്നുണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് ഈ പറഞ്ഞ 2 ടോപ്പിക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കാണാൻ ചാൻസ് കുറവായിരിക്കും. സ്ട്രക്ചറിന്റെ കേസിൽ സ്ട്രക്ചർ വാരിയബിൾ എങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു, എങ്ങനെ ആക്സസ് ചെയ്യുന്നു, അതിൽ നമ്മൾ എങ്ങനെ അറേ പോലെ ചെയ്യുന്നു, ഫംഗ്ഷനിലേക്ക് എങ്ങനെ അറേ വിടുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത്. അത് മിക്കവാറും എംപ്ലോയി ഡീറ്റെയിൽസ് ഒക്കെ ആയിരിക്കും മിക്കവാറും ക്വസ്റ്റൻ ആയിട്ട് വരാറുള്ളത്. അത് എക്സാമ്പിൾ ഒന്ന് നോക്കി പോവാം. ഇതിൽ നമുക്ക് തിയറി പ്രോഗ്രാം എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ ആക്ച്വലി പ്രോഗ്രാംസിന് വെയിറ്റേജ് കൂടുതലുണ്ട്. തിയറി എന്ന് പറയാൻ സ്റ്റോറേജ് ക്ലാസ്സിന്റെയാണ് ആക്ച്വലി തിയറി എന്നുള്ള രീതിയിൽ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. ഫങ്ഷൻസിന്റെയും സ്ട്രക്ചേഴ്സിന്റെയും 2 ടോപ്പിക്കിന്റെയും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നല്ല രീതിയിൽ പ്രോഗ്രാംസ് വയ്ക്കും. അതിലെ പ്രോഗ്രാമിംഗ് എക്സാമ്പിൾ ആണ് ഞാൻ എംപ്ലോയിയുടെ പറഞ്ഞത്, ഫാക്ടോറിയലിന്റെ പറയുന്നത്, ഫംഗ്ഷന്റെ റിക്കേർഷനിൽ വരുന്നതാണ്. അത് അത്ര ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് അത് ഞാൻ എടുത്തു പറയുന്നത്. മാത്രമല്ല ഉള്ളത്, കൂടുതലുണ്ട്. ഇത് രണ്ടിലും ഫോക്കസ് ചെയ്യുക. Then comes our last module, pointers, files. ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിട്ട് എല്ലാവരും പറയുന്ന, എന്നാൽ അത്ര ഡിഫിക്കൽട്ട് അല്ലാത്ത എന്താ പറയാ 2 ടോപ്പിക്കുകളാണിത്. അതിൽ തന്നെ നമുക്ക് പോയിന്റേഴ്സ് നോക്കുകയാണെങ്കിൽ അതിന്റെ ഡിക്ലറേഷൻ, സ്റ്റാർ ഒക്കെ വെച്ച് നമ്മൾ ചെയ്യാറുണ്ട്. അതിൽ ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസ്, ഒരു ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുക ഇമ്പോർട്ടന്റ് ആണ്. അറേ ആക്സസിങ് അറേ എലമെന്റ്സ് യൂസിങ് പോയിന്റേഴ്സ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. സ്ട്രിങ് നമുക്ക് ആക്ച്വലി ഇവിടെ പഠിക്കാൻ വേണ്ടി മാത്രമുള്ളൂ, അല്ലാണ്ട് നമുക്കൊരു ഫ്യൂച്ചർ ആയിട്ട് അങ്ങനെ നമുക്ക് ആവശ്യം വരാറില്ല. പോയിന്റർ ടു പോയിന്റർ ഇമ്പോർട്ടന്റ് ആണ്. ഒരു പോയിന്റിൽ നിന്ന് വേറെ പോയിന്റിലേക്കൊക്കെ പോകുന്നത്. അതായത് പോയിന്റർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ പറയാ, നമുക്കൊരു അഡ്രസ് നമ്മളൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാണ്, അതിന്റെ അഡ്രസ് വേറെ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്ത് അങ്ങനെ പോയിന്റർ ടു പോയിന്റർ പോകുന്നത് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതെന്തായാലും നോക്കുക. പിന്നെ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഡൈനാമിക് മെമ്മറി അലൊക്കേഷൻ. എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നുള്ള
കാര്യങ്ങൾ നോട്ട് ചെയ്ത് പോവുക. പിന്നെ നമുക്കുള്ളത് ഫയൽസിന്റെ ടോപ്പിക്കാണ്. ആക്ച്വലി TXT ഫയലൊക്കെ വെച്ച് നമ്മൾ ഡീൽ ചെയ്യുന്ന കേസസ് ഉണ്ടാവും. ഓപ്പണിംഗ്, ക്ലോസിംഗ്, അതിന്റെ ഒരു പ്രോഗ്രാം, അതിലേക്ക് റൈറ്റ് ചെയ്യുന്നതും റീഡ് ചെയ്യുന്നതും ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് ലൈബ്രറി ഫംഗ്ഷൻസ് ഉണ്ട്, അതായത് FC, FL, FRead, FWrite എന്നൊക്കെ പറയുന്നത്, അതും ഒന്ന് നോക്കുക. ഇതിൽ നമ്മൾ തിയറി അഥവാ പ്രോഗ്രാം എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ ആക്ച്വലി ഇവിടെയും പ്രോഗ്രാം തന്നെയാണ് നമുക്ക് വെയിറ്റേജ് കുറച്ച് കാണാൻ പറ്റുക. പോയിന്റേഴ്സിൽ നിന്ന് ഏത് രീതിയിലും ക്വസ്റ്റ്യൻ വരാം. നമുക്ക് ഇന്ന രീതിയിൽ വരുള്ളൂ, ഇത് മാത്രമേ ചോദിക്കുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. ഏത് രീതിയിൽ വരാം. ഫയൽസിൽ ആക്ച്വലി ഫിക്സഡ് ആണ്, ഒന്നെങ്കിൽ റീഡ് ചെയ്യാൻ അല്ലെങ്കിൽ റൈറ്റ് ചെയ്യാൻ. സോ അതൊരു കുഞ്ഞു ടോപ്പിക്കാണ് ആക്ച്വലി. കുറച്ച് കോഡ് ഓഫ് എന്താ പറയുക, ലൈൻ ഓഫ് കോഡ് മാത്രമേ അതിൽ വരുന്നുള്ളൂ. അപ്പോൾ ഇത് ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഇതിൽ ആക്ച്വലി തിയറി എന്ന് പറയാൻ പോയിന്റർ എന്താണ്, ഫയൽ എന്താണെന്നൊക്കെ ഉള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ മാത്രമാണ് വരുന്നത്. ഡൈനാമിക് മെമ്മറി അലൊക്കേഷനിൽ കുറച്ച് തിയറി വന്നാൽ ഈ ഒരു രീതിയിലാണ് നമുക്കിത് നോക്കാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് 4th മൊഡ്യൂളിൽ നോക്കുന്നത്. സോ ഓവറോൾ നോക്കുകയാണെങ്കിൽ ആക്ച്വലി നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പം നിങ്ങൾക്ക് കുറച്ച് പേടി തോന്നുന്നുണ്ടാവും, എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമോ, എനിക്ക് ഇതിന്റെ ബേസിസിൽ ലോജിക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുമോ. ആക്ച്വലി ലോജിക് ബിൽഡിംഗ് ആണ് ഇവിടുത്തെ മെയിൻ എന്താ പറയുക ഹൈലൈറ്റ് എന്ന് പറയും. ലോജിക്ക് ബിൽഡ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമുക്ക് ഈസി ആയിട്ട് ഇഷ്ടം പോലെ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് മാക്സിമം ചെയ്യാനുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തുക. അതിന് ആക്ച്വലി ഉള്ള ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് പ്രാക്ടീസ് ചെയ്യുക, കോഡ് ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്യുക. എഴുതി പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ഓൺലൈൻ കമ്പൈലേഴ്സ് ഉണ്ട്, അതിനുള്ള ആപ്പുകളുണ്ട്, അതുവഴി ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. എററുകൾ വരും, ആ എററുകളിൽ നിന്ന് നമ്മൾ ലേൺ ചെയ്യുകയാണ് ചെയ്യുക. ഇതാണ് ആക്ച്വലി ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഏതൊരു ലാംഗ്വേജ് പഠിക്കുമ്പോഴും, ലാംഗ്വേജ് എന്നല്ല എന്ത് കാര്യം പഠിക്കുമ്പോഴും നമ്മൾ ഫോളോ ചെയ്യണം എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം. പ്രാക്ടീസ് ചെയ്യുക, അതിലെ എററുകൾ കണ്ടുപിടിക്കുക, അതിൽ നിന്ന് ലേൺ ചെയ്യുക, പിന്നെ എറർ വരുത്താതിരിക്കുക. സോ ഈ ഒരു രീതിയിൽ സി പ്രോഗ്രാമിനെ നിങ്ങൾ പഠിക്കാൻ പറ്റണ്ടേ. എക്സാംസിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദ ബെസ്റ്റ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഫ് നോട്ട് സബ്സ്ക്രൈബ്, പ്ലീസ് സബ്സ്ക്രൈബ് ടു BTechify. And this is me, Alan Joe Santos, signing off. Thank you.